റഷീദ് ഫൈസി വെള്ളായിക്കോട്, സാദിഖ് ഫൈസി താനൂർ, അജ്മൽ ഫൈസി പാണ്ടിക്കാട്, ഷഫീഖ് റഹ്മാൻ വഴിപ്പാറ എന്നിവരെത്തിയിരിക്കുന്നു. ഏവർക്കും സാണജൽ ഫെസ്റ്റിവലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നേരിട്ട് ചർച്ചയിലേക്ക് കിടക്കുകയാണ്. സമസ്തയുടെ നൂറ്റാണ്ട് എന്ന വിഷയം ചർച്ച ചെയ്യുന്നത് സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. 1932 രജിസ്റ്റർ ചെയ്ത സമസ്തയുടെ ഭരണഘടനയിൽ പറയുന്ന ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഇപ്രകാരമാണ്. പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. ബി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിനും ആചാരത്തിനും എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസൃതം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. സി, മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശാധികാരങ്ങളെ സംരക്ഷിക്കുക. ഡി, മതവിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഹാനി തട്ടാത്ത വിധമുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയങ്ങളിലും വേണ്ടത് പ്രവർത്തിക്കുക. ഈ മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ഗുണത്തിനും സമുദായ മധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക. 100 വർഷത്തോടടുക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ സമസ്തയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണ് എന്ന ചർച്ചയിൽ നിന്ന് തന്നെ ഈ ഒരു സെഷൻ ആരംഭിക്കാമെന്നാണ് തോന്നുന്നത്. ഇതിൽ ആദ്യം പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുക, പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. സമസ്തയുടെ 100 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിലവിൽ എത്തി നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിലും എത്രത്തോളം സമസ്തയുടെ ഈ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന് പ്രസക്തിയുണ്ട് എന്നതിൽ നിന്ന് നമുക്ക് ഈ ചർച്ച തുടങ്ങാം. അത് ചർച്ചയ്ക്ക് തുടക്കമിടുന്ന SKSSFിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഷീദ് ഫൈസി വെള്ളായിക്കോടാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടുള്ള ആ ഉദ്ദേശ ലക്ഷ്യത്തിൽ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സമസ്തയുടെ 100 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന നമുക്ക് ബോധ്യപ്പെടുന്നത്. പ്രധാനമായും വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുക, ബിദ്അത്തിനെതിരെ അവരുടെ അബദ്ധജടിലമായ പ്രചരണങ്ങളെ പ്രതിരോധിക്കുക എന്ന ആ ഒരു അർത്ഥത്തിൽ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലം അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി നമുക്ക് ഈ കാലഘട്ടത്തിലെ പുതുതലമുറക്ക് അത് ബോധ്യപ്പെടുകയാണ്. കാരണം ഈ കക്ഷികൾ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളായി അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ടായി പരസ്പരം ഒരു വേദിയിൽ ഒരുമിച്ച് കൂടാൻ പോലും സാധിക്കാത്ത വിധം അവർ തന്നെ അവരുടെ അടിസ്ഥാനപരമായി അവർ മുന്നോട്ട് കൊണ്ടുവന്ന ആശയങ്ങളിൽ അവർ തന്നെ പരസ്പരം തമ്മിലടിക്കുന്ന, ഓൺലൈനായും ഓഫ്ലൈനായും അവർ തന്നെ പരസ്പരം തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഇന്ന് വിഭാഗമെത്തി എന്നുള്ളത് തന്നെ ഈ രംഗത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലനിർത്തി വന്നിട്ടുള്ള അതിൻ്റെ കൃത്യമായ ആശയത്തിൻ്റെയും അതിൻ്റെ പ്രചരണത്തിൻ്റെയും ഭാഗമായിട്ടാണ്. അതിൽ
കുറച്ചുകൂടി ഇപ്പോൾ സമസ്ത പിന്നെ ആ ബിദഈ രംഗത്ത് മാത്രമല്ല, വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പോൾ പുതുതായി ലിബറലിസം പോലുള്ള യുക്തിവാദം പോലുള്ള ഇസ്ലാമിനെതിരെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നവർക്കെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിൻ്റെ പ്രവർത്തന പദത്തിൽ കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷുഐബ് ലൈത്തമിയെ പോലുള്ള കാലഘട്ടത്തിലെ വിഷയങ്ങളെ കൃത്യമായി പഠിച്ചും മനസ്സിലാക്കിയും ആ രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ട് ഇന്നും അതിനെതിരെയുള്ള പ്രതിരോധത്തിനും സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. സാദിഖ് ഫൈസി സത്യധാര എഡിറ്ററും അതോടൊപ്പം സമസ്തയുടെ ചരിത്രമെഴുതിയ ഗ്രന്ഥകാരനും കൂടിയാണ്. റഷീദ് ഫൈസി പറഞ്ഞു, ബിദ്അത്തിനെതിരെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും സമസ്തയുടെ ചരിത്രത്തിൽ വ്യാപകമായി നടത്തി, ഇപ്പോഴും അത് നടത്തുന്നുണ്ട്, അതിന് വലിയ റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു ചോദ്യം, ഇത്തരം ഇപ്പോൾ സമസ്ത ഒരു സംഘടനയാണ്, മറ്റുള്ള വേറെയും ബിദ്അത്ത് എന്ന് പറയുന്നതും പലതരത്തിലുള്ള സംഘടനകളാണ്, പലതരം കൂട്ടായ്മകളാണ്. അപ്പോൾ ഒരു സംഘടന മറ്റൊരു സംഘടനയെ എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത്, അതിൻ്റെ ഒരു സാങ്കത്യം എന്താണ് എന്ന ഒരു ചോദ്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഒരു സംഘടന മറ്റൊരു സംഘടനയെ എന്തിനെ എതിർക്കുന്നു എന്നതിൻ്റെ സാങ്കത്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സമസ്ത ഫോളോ ചെയ്യുന്നത്, സമസ്ത സ്വന്തമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയോളജി അല്ല, മറിച്ച് ആഗോള മുസ്ലിം സമൂഹം അഥവാ മുസ്ലിം മുഖ്യധാര, മുസ്ലിം മെയിൻ സ്ട്രീം എന്ന് പറയുന്ന പരമ്പരാഗതമായി 14 നൂറ്റാണ്ടു കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ സഞ്ചരിച്ചു വന്നിട്ടുള്ള ഒരു പന്താവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പാരമ്പര്യ സംവിധാനത്തിന്റെ പേരാണ് സമസ്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഒരു ഐഡിയോളജി എന്ന് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒന്ന് കേരളത്തിലില്ല, ലോകത്തില്ല. അത് ലോകത്ത് അഹ്ലുസുന്നയുടെ ഒരു പൊതു ശൈലിയാണ്. സുന്നികളുടെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നികളുടെ ഐഡിയോളജി എന്ന് പറഞ്ഞിട്ടൊരു സാധനമല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലും ബിദ്അത്തിന്റെ കക്ഷികളായി പുതുതായി കടന്നു വരുന്നവര് പുതിയ പുതിയ ആർഗ്യുമെന്റുകളും പുതിയ പുതിയ വാദങ്ങളും ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ച് അതല്ല ശരി എന്ന് പറഞ്ഞിട്ട് എന്താകുന്നത് പഴയ ശരിയെ ഒന്നുകൂടി സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കുക എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പൊതുശൈലി. ഇപ്പൊ ഉദാഹരണത്തിന് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ? ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലോകത്തിന്റെ കുടിലും കൊട്ടാരവും പള്ളിയും പള്ളിക്കൂടവും എല്ലാം വിവാദങ്ങളാൽ കത്തി നിന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള നിലപാടെന്താ? ഇത് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാട് എന്തുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ മുമ്പുള്ള ഒരു തലമുറ ഉയർത്തി കാണിച്ചില്ല എന്ന് ചോദിച്ചാൽ അന്നത് പ്രസക്തമല്ല. ഇപ്പൊ സ്വഹാബികളുടെ കാലഘട്ടത്തിന്റെ അവസാനമെത്തിയപ്പോൾ ഷിയാക്കൾ വരുന്നു. ഷിയാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആർഗ്യുമെന്റുകളിൽ ഒന്ന് ശൈഖൈനിയെ അഥവാ അബൂബക്കർ ഉമർ റളിയല്ലാഹുവിനെ അംഗീകരിച്ചുകൂടാ. അന്നോളം മുസ്ലിം ലോകത്ത് അങ്ങനെ ഒരു തർക്കമല്ല. അങ്ങനെ ഒരു തർക്കമില്ലാത്തത് കൊണ്ട് തന്നെ ശൈഖൈനിയെ അംഗീകരിക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഐഡന്റിറ്റി എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ശൈഖൈനിയെ കുറിച്ച് വിവാദം വരുമ്പോ പാരമ്പര്യ മുസ്ലിങ്ങൾ പറയും ഇതാ ശൈഖൈനിയെ അംഗീകരിക്കുക എന്നതാണ് സുന്നികളുടെ അടയാളം. അതിലും നിസ്സാരമായ ഒന്നാണ് ഈ ഹുഫ തടവുക എന്നത്. വളരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ റയറായി വരുന്ന ഒന്നാണ് യാത്രക്കാരൻ എപ്പോഴെങ്കിലും അയാളുടെ കാലിലെ ഹുഫ തടവുക എന്നത്. വളരെ സാധാരണക്കാർക്ക് പോലും ജീവിതത്തിൽ, നമ്മൾക്ക് പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ക്ലാസിക്കൽ ഇസ്ലാമിക സുന്നി ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരാൾ സുന്നിയാകാനുള്ള മാനദണ്ഡം എന്ത് ചോദിച്ചാൽ ഹുഫ തടവലിനെ അംഗീകരിക്കുക എന്നതാണ്. എന്താ ഹുഫ തടവലിനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ബിദഅകൾ ഉയർത്തി കാണിച്ചിട്ടുള്ള ഒരു വാദമാണ് ഹുഫ തടവാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ സുന്നികളുടെ നിലപാട് എന്തായി മാറും? ഹുഫ തടവുക എന്നത് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി ആകുന്നു, അഹ്ലുസുന്നയുടെ അടയാളമാകുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ബിദഅകൾ പുതിയ പുതിയ വാദങ്ങൾ ഉയർത്തുമ്പോൾ ആ പുതിയ വാദങ്ങളെ പ്രതിരോധിച്ച് ഇതാ പാരമ്പര്യ ഇസ്ലാമിന്റെ വഴി ഇന്നതാകുന്നു, പാരമ്പര്യ മുസ്ലിങ്ങളുടെ വഴി ഇന്നതാകുന്നു എന്ന് ഉയർത്തി കാണിക്കുക എന്നതാണ് പൊതുവിൽ സുന്നികൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സമസ്ത വന്നപ്പോൾ അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത 1-2 നൂറ്റാണ്ടുകളിൽ നമ്മുടെ ലോകത്ത് ഉടനീളം വിവാദങ്ങളാൽ ജ്വലിച്ചു നിന്ന ഒന്നാണ് തവസ്സുൽ ഇസ്തിഗാസ. മൺമറഞ്ഞ മഹാത്മാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരോടുള്ള ആദരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരോടുള്ള തബറുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ.
എന്നാൽ ഒരു 5 നൂറ്റാണ്ട് മുമ്പ് ഇബ്നു തൈമിയ്യക്ക് മുമ്പുള്ള ഒരു മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ സുന്നികളുടെ അടയാളമായിട്ട് തവസ്സുൽ ഇസ്തിഗാസ കാണില്ല. കാരണം അന്നൊരു വിവാദമല്ല. അപ്പോൾ നമ്മുടെ എതിരാളികൾ എന്താണോ ഒരു പ്രശ്നമായി എടുത്തു കാണിക്കുന്നത്, ആ സമയത്ത് അത് പ്രശ്നമല്ല, അത് പണ്ടേ ഞങ്ങൾ പറഞ്ഞു പോന്നിട്ടുള്ള ഒന്നാണ് എന്ന് പറയുക എന്നതാണ് സുന്നികളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ സമസ്ത ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയാൻ കഴിയില്ല. കാരണം സമസ്ത പുതുതായി ഒരു ആർഗ്യുമെന്റും ഒരു വാദവും ഇവിടെ ഉയർത്തിയിട്ടില്ല. സമസ്ത കാണിച്ചിട്ടുള്ള ഒരേ ഒരു നിലപാട് എന്ന് പറയുന്നത് പാരമ്പര്യ ഇസ്ലാമിന്റെ ആളുകൾ കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി ഏതൊരു വഴിയിലൂടെയാണോ സഞ്ചരിച്ചിട്ടുള്ളത് ആ വഴിയുടെ ആ വഴി തെളിമയാർന്നതാണ് എന്ന് സമൂഹത്തെ പിന്നെയും തെര്യപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരാണ് പുതിയ വാദങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, മറ്റുള്ളവരാണ് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. സമസ്ത ഒരിക്കലും പുതിയ ഒരു വാദം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിച്ചിട്ടില്ല. നിലവിലുള്ളതിനെ സമൂഹത്തിന്റെ മുമ്പിൽ ക്ലാരിഫൈ ചെയ്യുകയും അതിന് വ്യക്തത വരുത്തുകയും അതാണ് ശരി എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക മാത്രമാണ് സമസ്ത ചെയ്തിട്ടുള്ളത്. ഇതിനോടനുബന്ധമായി താങ്കളോട് തന്നെ ചോദിക്കാനുള്ളത്, ലോക മുസ്ലിം പാരമ്പര്യവുമായി എങ്ങനെയാണ് സമസ്ത ചേർന്ന് നിൽക്കുന്നത്? ഈ സമസ്ത കേരളത്തിൽ രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ഐഡിയോളജി ലോകത്ത് നിലനിർത്തുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഘടന, ഒരു മാതൃക നമുക്ക് പറയാനുണ്ടോ? തീർച്ചയായും. സമസ്തയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സമസ്ത? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്നത് അഹ്ലുസുന്ന വൽ ജമാഅയാണ്. ഫിഖ്ഹിൽ 4 മദ്ഹബിനെ ഫോളോ ചെയ്യുന്ന ഒരാൾ, അഖീദയിൽ അശ്അരി മാതുരിദി ആശയങ്ങളെ ആ സരണിയെ ഫോളോ ചെയ്യുന്നയാൾ, അതേപോലെ ആധ്യാത്മിക വിഷയങ്ങളിൽ ഖാദിരി, ചിസ്തി, നക്ഷബന്ദി, സൂറവർദി എന്നീ തുടങ്ങിയിട്ടുള്ള ത്വരീഖകളെ, അംഗീകൃത ത്വരീഖകളെ ഫോളോ ചെയ്യുന്ന ഒരാൾ, അയാൾ സുന്നിയാണ്. അയാളെ സുന്നിയായി അംഗീകരിക്കുക എന്നതാണ് സമസ്തയുടെ ഐഡിയോളജി. അപ്പൊ സ്വാഭാവികമായും സ്ഥലകാല സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാദേശിക വൈജാത്യങ്ങൾക്കനുസരിച്ചുള്ള വൈജാത്യങ്ങൾ ഉണ്ടാകും. ആ വൈജാത്യങ്ങളെ അംഗീകരിക്കുന്നു എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രത്യേകത. ഇപ്പോ അശ്അരി മാതുരിദി സംവിധാനങ്ങൾ എങ്ങനെയുണ്ടായി, എന്താണ് അശ്അരികളും മാതുരിദികളും തമ്മിലുള്ള വ്യത്യാസം എന്നതിനെ കുറിച്ച് ഉലമായിനിടയിൽ ചർച്ച ചെയ്തപ്പോൾ പലതും വളരെ സങ്കീർണ, വളരെ ഭാഷാപരമായിട്ടുള്ള ഖിലാഫ് ലഫ്ലി എന്നൊക്കെ പറയുന്ന പദാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. കാരണം ഭൂമിശാസ്ത്രപരമായിട്ട് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശം, അത് അറേബ്യയും ഇറാഖും അതുപോലെ മുസ്ലിം ലോകത്തിന്റെ ബസ്രയും ഇങ്ങനെയുള്ള ഒരു ഏരിയയാണ്. അതേസമയത്ത് ഇമാം അബൂ മസ്ഊദ് മൻസൂർ അൽ മാതുരിദിയുടെ ഏരിയ എന്ന് പറയുന്നത് മാവറ അന്നഹറിന്റെ ആ ഭാഗത്താണ്. അപ്പൊ പ്രാദേശികമായ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് ഓരോ പ്രദേശത്തിന്റെയും മാറ്റങ്ങൾ, അത് നമ്മുടെ രചനകളിൽ ഉണ്ടാകും, നമ്മുടെ ശൈലികളിൽ ഉണ്ടാകും, നമ്മുടെ ഡ്രസ് കോഡിൽ ഉണ്ടാകും. അതുപോലെയുള്ള പ്രാദേശികമായ വകഭേദങ്ങൾ എന്നതിനപ്പുറത്ത് സമസ്തക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും. കാരണം എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്നത് സമസ്ത കൃത്യമായി പറഞ്ഞു വെച്ചു. ഫിഖ്ഹിൽ 4 മദ്ഹബും അഖീദയിൽ 2 മദ്ഹബും അതേമാതിരി ആധ്യാത്മിക, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിശോധിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ കഴിയും. ലോക മുസ്ലിങ്ങളുടെ 90% 4 മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. ലോക മുസ്ലിങ്ങളുടെ 85-90% വരുന്ന ആളുകളെ അശ്അരി മാതുരിദി സംവിധാനത്തെ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ മുസ്ലിം ലോകത്തിന്റെ മഹാഭൂരിപക്ഷം എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് സമസ്ത നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന സംഘടന എന്ന് പ്രത്യേകം അടയാളപ്പെടുത്തി പറയേണ്ട ആവശ്യം സമസ്തക്കില്ല. അജ്മൽ ഫൈസി സമസ്തയുടെ ചരിത്രം എഴുതിയ ഗ്രന്ഥകാരൻ കൂടിയാണ്. സമസ്ത 100 വർഷത്തോടടുക്കുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മദ്രസ നടത്തുന്ന ഒരു സംവിധാനമാണ്. അതുപോലെ കേരളത്തിലെ മതമേഖലയിലെ ഏറ്റവും ജനകീയമായ ഒരു സമുദായ സംഘടനയാണ് സമസ്ത എന്ന് പറയാൻ പറ്റും. സമസ്തയുടെ ഈ 100 വർഷത്തെ ചരിത്രം മുൻനിർത്തിക്കൊണ്ട് സമസ്ത എങ്ങനെയാണ് ഇത്ര ജനകീയമായ ഒരു പ്രസ്ഥാനമായത് എന്ന് എങ്ങനെയാണ് വിലയിരുത്തുക? 100 വർഷക്കാലം കേരളത്തിൻ്റെ മത, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആമുഖത്തിൽ അതിൻ്റെ ഭരണഘടന വഹിച്ചു. സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ, സാമൂഹികപരമായ അവകാശ അധികാരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു ഭരണഘടനാ സംബന്ധമായ
നിലപാടാണ്. അതുകൊണ്ട് തന്നെ 1926 രൂപീകരിക്കപ്പെട്ട സമസ്ത അത് 950 വരെ ആദർശം സംരക്ഷിക്കുക എന്നതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുണ്ടായിരുന്നത്. കാരണം അധികവുമായി ആദ്യം അടിസ്ഥാനം ശരിയാക്കുക, അസ്ല് ശരിയാക്കുക എന്നതാണല്ലോ വേണ്ടത്. കേരളത്തിൻ്റെ മതമേഖലയിലേക്ക് കയറി വന്ന ബിദ്അത്തിന്റെ വിഷവിത്തുകളെ സമ്മേളനങ്ങളിലൂടെ, തുടർച്ചയായ സമ്മേളനങ്ങളിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ടു. പിന്നീട് അതിനുശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തിലേക്ക് ആദ്യം അസ്ല് നന്നാക്കി, അതിൻ്റെ അടിസ്ഥാനം നന്നാക്കി, വേര് നന്നാക്കി, പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പൂർവാധികം ശക്തിയോടുകൂടെ സാമൂഹിക മേഖലകളിലേക്ക്, വിദ്യാഭ്യാസപരമായ മേഖലകളിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാലെടുത്ത് വെക്കുകയാണ്. 1950കളോടെ 51കളോടെ വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്ന് സമുദായത്തിൻ്റെ അടിത്തട്ടിലേക്ക് വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്നിരുന്ന 921 സമര കലുഷിത കാലത്ത് എല്ലാവിധ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഒക്കെ താന്നിരുന്ന ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിയത്. അതിനപ്പുറത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർക്ക്, പഴയ കാലത്തെ നേതാക്കന്മാർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് ഭൗതികപരമായ വിജ്ഞാനമില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന പല ബിദ്അത്തിന്റെ ചില ഉൽപ്പതിഷ്ണുക്കളൊക്കെ നമ്മുടെ നാടുകളിൽ സാധാരണ കണ്ടുവരാറുണ്ട്. എന്നാൽ ഇതൊക്കെ ചരിത്രത്തോട് തീർത്തും കാണിക്കുന്ന അനീതിയാണ്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് 5 ഭാഷകളോളം 5 ഭാഷകളിൽ വളരെ കൃത്യമായ പ്രാവീണ്യം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ നേതാക്കന്മാരും, പ്രഥമ മുഷാവറയിൽ തന്നെ ഉള്ള ഓരോ നേതാക്കന്മാരും സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുത്തു. അങ്ങനെ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ചെന്ന് ഇറങ്ങിക്കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ ഊർജം നേടിയെടുക്കുന്നത്. പിന്നീട് 1960കളൊക്കെ ആകുമ്പോൾ, 50കളുടെ അവസാനത്തിലൊക്കെ ആകുമ്പോഴേക്ക് SYS രൂപപ്പെടുന്നുണ്ട്. അതൊക്കെ പിന്നീട് സമുദായത്തിന്റെ അടിത്തട്ടിലേക്ക് ആയിന്നിറങ്ങാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വീണ്ടും അപ്പോൾ ഉപസംഘടനകളുടെ രൂപീകരണം അത് സമൂഹത്തിലേക്ക് കൂടുതലായി ഇറങ്ങാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പ്രേരകമായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. സമസ്തയുടെ ആദർശം, അതുപോലെ സമസ്തയുടെ ജനകീയതയൊക്കെ നമ്മൾ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ വിവിധ ഘടകങ്ങൾ, കീഴ്ഘടകങ്ങൾ സമസ്തക്കുണ്ട്. സമസ്തയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട നേതൃപരമായ പങ്ക് തന്നെ ഈ കീഴടകങ്ങൾ വഹിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് SKSF എന്ന് പറയുന്നത്. സമസ്തയുടെ SKSFിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിത്വം വഹിച്ച ഒരു അനുഭവം കൂടിയുണ്ട്. SKSFിലേക്ക് വരുമ്പോൾ SKSF എന്ന് പറയുന്ന SKSF എന്ന് പറയുന്നതിന് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നുള്ളതാണ്. എത്രത്തോളം കേരളത്തിലെ സുന്നി വിദ്യാർത്ഥികളെ ശാക്തീകരിക്കുന്നതിൽ SKSF വിജയിച്ചിട്ടുണ്ട്? സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായി അനിവാര്യതയുടെ ഘട്ടത്തിലാണ് SKSF രൂപപ്പെടുന്നത്. 1989 ഫെബ്രുവരി 19. അതുവരെ സമസ്തക്കൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്തയുടെ നിലപാടുകളിൽ നിന്നും, പാരമ്പര്യത്തിൽ നിന്നും, പൈതൃകത്തിൽ നിന്നും വ്യതിചലിച്ച് അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചു പോയ ഒരു ഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ മഹാന്മാരായ ഉലമാക്കളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ ചേർന്നുകൊണ്ടാണ് SKSF രൂപീകരിക്കുന്നത്. SKSFിൻ്റെ ആ കടന്നുവരവ് ഉണ്ടായ ഒരു മാറ്റം കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്കിടയിൽ വേറിട്ട ഒരു മുന്നേറ്റത്തിന് SKSF നേതൃത്വം വഹിച്ചു എന്നത് അഭിമാനത്തോടെ ആരുടെ മുമ്പിലും എന്നും എപ്പോഴും ശത്രുക്കൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഓരോ കാലഘട്ടത്തിലും വെല്ലുവിളികൾ ഉണ്ടാകും.
വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. 89 ഉണ്ടായിരുന്നത് വിഘടിത പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള വെല്ലുവിളിയാണ്. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഓരോ പ്രദേശത്തും കടന്നു ചെന്ന് ആ പ്രതികൂല സാഹചര്യം, അന്നത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് അതിനെക്കുറിച്ച് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. സ്വീകരിക്കാൻ ആളില്ല, യൂണിറ്റുകളില്ല, എവിടെയും പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും വലിയ വെല്ലുവിളികളും നടക്കുന്ന കാലഘട്ടത്തിൽ അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി നേതൃത്വം രൂപപ്പെട്ട് വന്ന് ഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് സമസ്തക്ക് നേരെയുള്ള ആ കൂരമ്പുകളെ നെഞ്ചേറ്റി അതിനെ പ്രതിരോധിച്ച് നിർത്തിയെന്ന് മാത്രമല്ല, SKSSFന്റെ ഇന്ന് ഏകദേശം 10-20 വിങ്ങുകളിലായി എല്ലാ മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃക SKSF ആണ്. മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് പോലും രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും മാതൃകയാകുന്ന രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് SKSF മുന്നോട്ട് വന്നു. SKSFന്റെ വിക്കായ രൂപപ്പെട്ട് അതിൻ്റെ വർക്ക് കണ്ടുകൊണ്ടാണ് മറ്റു പലരും പിൽക്കാലത്ത് സേവന രംഗത്ത് കടന്നു വന്നതും അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുള്ളതും. ഇന്നും സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഔദ്യോഗികമായ മേഖലകളിലൊക്കെയും SKSSF ചെയ്യുന്നത് പോലെയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം മറ്റുള്ളവർ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധ്യമല്ല. സർക്കാർ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് പോലും വിളിയും അന്വേഷണവും വരുന്നു, SKSFന്റെ വിക്കായെ ഏൽപ്പിക്കുന്നു. അതിന് ഒരുപാട് തെളിവുണ്ട്, ഞാൻ അങ്ങോട്ട് വിശദമായിട്ട് പോകുന്നില്ല. വിദ്യാഭ്യാസപരമായി അക്കാലമത്രയും സമുദായത്തിനകത്ത് നിന്ന് IAS പോലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഒരാളും കടന്നു വരാതെ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം എന്ന് വേണമെങ്കിൽ പറയാം, ആരുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ 2 കുട്ടികളെ പഠിപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് പോലുള്ള 2 കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു. അവരെ ജാഫർ സാദിഖ് 2 കുട്ടികളെ അവരെ പഠിപ്പിച്ച് സമർപ്പിച്ച് ഇന്ന് ആ രംഗത്ത് ഒരു വലിയ മുന്നേറ്റം. പിന്നീടാണ് മറ്റു പലരും ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ SKSFന്റെ ട്രെൻഡ് പ്രീ സ്കൂൾ മുതൽക്ക് ഇപ്പോൾ സർക്കാർ തലത്തിലേക്ക് നമ്മുടെ സത്താർ സാഹിബിൻ്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച മുന്നേറ്റ യാത്രയിലൂടെ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ള നമ്മുടെ പദ്ധതി, അഥവാ സർക്കാർ തലങ്ങളിൽ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം, സത്താർ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ സർക്കാരിൻ്റെ നമ്മുടെ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന നമ്മുടെ പദ്ധതി അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പോൾ എഡ്യൂക്കെയർ സംവിധാനം ഉൾപ്പെടെയുള്ള ട്രെൻഡിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റം, അത് എല്ലാ മേഖലകളിലും അതിൻ്റെ വളർച്ച മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആദർശ രംഗത്ത് സമസ്ത ജമിയത്തുൽ ഉലമക്ക് പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളിക്ക് മുമ്പിലും വിരുമാറ് കാണിച്ചു നിന്നുകൊടുത്ത വിദ്യാർത്ഥി സമസ്തയുടെ പോഷക ഘടകങ്ങളിലെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനം SKSSF ആണ്. അത് സമസ്തയുടെ നിലപാടിൻ്റെ കൂടെ അടിയറച്ച് നിൽക്കുക എന്ന രീതിയിൽ ഇന്നും ആ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ജാരിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടികൾ അതിൻ്റെ ആ പദ്ധതിയിലേക്ക് വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ട്രെയിനിങ് സെൻ്ററും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സഹചാരി സെൻ്ററുകളും ദേശീയ തലത്തിലേക്ക് CLC, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആയ സമയത്താണ് CLC പദ്ധതി ആദ്യമായിട്ട് തുടക്കം കുറിച്ചത്. അത് കേരളത്തിൻ്റെ പുറത്ത് ഇപ്പോൾ വിവിധ സ്റ്റേറ്റുകളിൽ അതിൻ്റെ CLC സെൻ്ററുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലാത്ത സമസ്തയുടെ കാവൽക്കാരനായി നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വർത്തമാനകാല സാഹചര്യത്തിൽ ബോധ്യപ്പെടുന്ന വസ്തുത. ഇതിനോട് അനുബന്ധമായി ചോദിക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു SKSF ആണ് പല കാര്യങ്ങളും ഇനീഷ്യേറ്റ് ചെയ്തത്. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യം, സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള, അതോടൊപ്പം തന്നെ സേവന സന്നദ്ധ സംഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അതൊക്കെ ഇനീഷ്യേറ്റ് ചെയ്തത് SKSF ആണെന്ന് പറയുന്നു. തീർച്ചയായും അത് നമ്മുടെ മുന്നിലുള്ള ഒരു വ്യക്തമായ നമ്മുടെ അനുഭവം കൂടിയാണ്. അതേസമയം ഇത്തരം സംരംഭങ്ങളെ, ഇത്തരം സംവിധാനങ്ങളെയൊക്കെ SKSF എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഫഷണലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്? അപ്ഡേറ്റ് ചെയ്യാനുള്ള ശ്രമം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനമായും നമ്മുടെ വിദ്യാഭ്യാസ മേഖല, അത് നമ്മൾ കൂടുതലായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇപ്പോൾ ട്രെൻഡിന് തന്നെ വിവിധ പദ്ധതികളുണ്ട്. ആ ട്രെൻഡിൻ്റെ പദ്ധതികൾ നമ്മൾ ഒന്ന് പ്രീ സ്കൂൾ മുതൽക്കുള്ള ഒരു പദ്ധതി അങ്ങനെ നടക്കുന്നു. അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതി നടക്കുന്നുണ്ട്.
വിവിധ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കാലത്തിനനുസരിച്ചുകൊണ്ട് അതിനെ ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമോ ആ രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് SKSSF നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വരെ അതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സമസ്തയുടെ രൂപീകരണ പശ്ചാത്തലം നമ്മൾ വിശദീകരിച്ച് നേരത്തെ പറഞ്ഞു. സമസ്ത രൂപീകരിച്ചതിന് ശേഷമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു പ്രവേശനം നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് സമസ്ത അത്തരം ആശയത്തോട്, അത്തരം മൂവ്മെൻറ്റിനോട് സമസ്ത എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കടന്നുവരവ്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ധാര വരുന്നത് ഈജിപ്തിൽ നിന്നാണ്. ഇപ്പൊ ബിദഅത്തിന്റെ കേരളത്തിൽ വന്നിട്ടുള്ള ബിദഅത്തൊക്കെ അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ നമ്മൾ വഹാബിസം എന്ന് പറയുമെങ്കിലും കേരളത്തിൽ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ള പ്യുവർ വഹാബിസം അല്ല. വഹാബിസത്തെ ഒന്നും കൂടി മോഡേണൈസ് ചെയ്തിട്ടുള്ള സാധനമാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. കേരളത്തിൽ ഈ സൗദിയിൽ ഉണ്ടായിട്ടുള്ള ഒരു വരണ്ട വഹാബിസം ഉണ്ടായിരുന്നു. അഥവാ എല്ലാറ്റിനെയും വിദഅത്തായി കാണുന്ന, കമ്പിയില്ല കമ്പി വിദഅത്താണ്, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ വിദഅത്താണ് എന്നൊക്കെ പറയുന്ന ഒരു വഹാബിസം ഉണ്ടായിരുന്നു. അതിനെ ഒന്നും കൂടി പുട്ടിയടിച്ച് ഒന്ന് നന്നാക്കിയ ഒരു സാധനമാണ് ഈജിപ്ഷ്യൻ തിരുമൂർത്തികളായിട്ടുള്ള ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് ആബിദ, റഷീദുള്ള തുടങ്ങിയിട്ടുള്ള ആളുകളിൽ നിന്ന് വന്നിട്ടുള്ളത്. ആ സാധനമാണ് കേരളത്തിൽ വഹാബിസം എന്നുള്ള അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ള ലേബലിൽ വന്നത്. എന്നാൽ ഇതേ മുഹമ്മദ് ആബിദയിൽ നിന്നും റഷീദുള്ളയിൽ നിന്നും ഈജിപ്തിൽ വളർന്നു വന്നിട്ടുള്ള ഒന്നാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നത്. ഇപ്പോ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായിട്ടുള്ള ഹസനുൽ ബന്നയുടെ ജീവചരിത്രം നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ അദ്ദേഹത്തെ ഇഖ്വാനുൽ മുസ്ലിമീൻ ഉണ്ടാക്കാൻ വലിയ പ്രചോദനം നൽകിയിട്ടുള്ള ഒന്ന് മുഹമ്മദ് റഷീദുള്ളയാണ്. റഷീദുള്ളയുടെ അൽമനാറാണ് ഇതിന് പ്രചോദനമായത്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെടാൻ പ്രചോദനമായിട്ടുള്ളത് ഈ അതേ അൽമനാറാണ്. ഇതേ സംവിധാനം തന്നെയാണ് പിൽക്കാലത്ത് 941 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കാൻ മൗദൂദിക്കും പ്രചോദനമാകുന്നത്. അപ്പൊ ഇതിനുള്ളിൽ ഒരു നെറ്റ്വർക്ക് എന്താകുന്നുണ്ട്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ബിദഅത്തുമായിട്ട് പ്രത്യേകിച്ച് ഇന്ത്യ ഉപഭൂഖണ്ഡത്തില് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹുക്കൂമത്തെ ഇലാഹി, ഒന്നും കൂടി പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആശയവുമായിട്ട് വരുന്നത് ഹുക്കൂമത്തെ ഇലാഹിയാണ് അവർ ആദ്യം ഉന്നയിച്ചത്. പിന്നെ ഇന്ത്യ ഡിവൈഡ് ചെയ്തു പോവുകയും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ത്യയിൽ ഹുക്കൂമത്തെ ഇലാഹി എന്നുള്ളതിനെ ഒന്നും കൂടിയിട്ട് അതിൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് അവതരിപ്പിച്ചിട്ട് ഇത് ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ ഇഖാമത്തുദ്ദീനാണ്. എന്നാൽ തത്വത്തിൽ ഇത് രണ്ടും ഒന്നാണ്. ഈ സംവിധാനങ്ങൾ വന്ന കാലഘട്ടത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഇപ്പോൾ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലെയുള്ള മഹാപണ്ഡിതന്മാർ ആ കാലഘട്ടത്തിൽ സമസ്തയുടെ വേദികളിൽ ഉറക്കെ പറയാറുണ്ടായിരുന്നു, മതത്തിന്റെ വേഷം ധരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. പിൽക്കാലത്ത് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും ആ ഒരു വസ്തുത പിന്നീട് തിരിച്ചറിയുണ്ടായി. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേവലം ഒരു മതസംഘടനയല്ല, മതത്തിന്റെ വേഷം ധരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ് എന്ന് തിരിച്ചറിയപ്പെടുകയുണ്ടായി. എന്നാൽ അവരുടെ ഈ ഒരു സംവിധാനത്തെ കേരളത്തിൽ വേരോടാതിരിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ വെച്ചിട്ടാണ്. അതിന്റെ ആദ്യത്തെ സ്ഥാപക അമീർ മുഹമ്മദ് അലി സാഹിബും വളാഞ്ചേരിക്കാരനാണ്, ഇരുമ്പിളിയക്കാരനാണ്, എടയൂരുകാരനാണ്. അദ്ദേഹം ഈ ഒരു സംവിധാനവുമായിട്ട് വളാഞ്ചേരി ഭാഗത്ത് ഇതിങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ആണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ വളാഞ്ചേരിയിലെ സമസ്തയുടെ വാർഷിക സമ്മേളനം നടത്തുന്നത്. ആ സമസ്തയുടെ വാർഷിക സമ്മേളനത്തിന്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള മുന്നേറ്റം എന്നുള്ളതാണ്. അത്തരം മുന്നേറ്റങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു പോപ്പുലർ അല്ലാത്ത വിധത്തിൽ ഇവിടെ ആക്കി കളഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. സമസ്തയുടെ രൂപീകരണ പശ്ചാത്തലവും സാഹചര്യമൊക്കെ നമ്മൾ പറയേണ്ടായി. ഇസ്ലാമിൽ ഒരു അമല് സ്വീകരിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം തന്നെ അതിൻ്റെ നിയ്യത്താണ്. മനോനില വളരെ പ്രധാനമാണല്ലോ. ഇപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ മസ്ജിദുൽ ഇറാറിൻ്റെ ചരിത്രം നമുക്കറിയാം. ഒരു സംരംഭം സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ നിയ്യത്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ളത്. അപ്പോൾ സമസ്തയുടെ ഒരു രൂപീകരണം, അതിൻ്റെ ഒരു നിയ്യത്ത്, അതോടൊപ്പം തന്നെ അതിനുശേഷം അതിന് നേതൃത്വം കൊടുത്ത വലിയൊരു നിര ഉലമ ഉണ്ട്. അവർ കാണിച്ചിരുന്ന
അവർ കാണിച്ച ഇഖ്ലാസ്, ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിയ്യത്ത്, വറഅ്, ഇഖ്ലാസ് എങ്ങനെയാണ് സമസ്തയുടെ ചരിത്രത്തെ, സമസ്തയുടെ പൂർവ്വകാല നേതാക്കളെ നോക്കിക്കാണുന്നത്? സമസ്ത ഇവിടെ ഇപ്പോഴും ഇങ്ങനെ സമൂഹത്തിനിടയിൽ വേരുറച്ചു നിൽക്കാനുള്ള ഒന്നാമത്തെ കാരണം അതിന് നേതൃത്വം നൽകിയ മഹത്തുക്കളുടെ സൂക്ഷ്മശാലുക്കളായ പണ്ഡിതന്മാരുടെ ജീവിത വിശുദ്ധി തന്നെയാണ്. ഏതൊരു പ്രസ്ഥാനത്തെയും നോക്കി വായിക്കുമ്പോൾ, ഏതൊരു പ്രസ്ഥാനത്തെയും പഠിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നതാണല്ലോ ആ പ്രസ്ഥാനത്തിൻ്റെ മാനദണ്ഡങ്ങൾ. ഒരു പ്രസ്ഥാനം ശരിയായ റൂട്ടിലൂടെയാണോ സഞ്ചരിക്കുന്നത് അതോ അബദ്ധസഞ്ചാരമാണോ നടത്തുന്നത് എന്നത് നോക്കണമെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന അവരുടെ ജീവിത വിശുദ്ധി അതിന് വലിയ പ്രാധാന്യമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് ഉസ്സിസ അല തഖ്വ, തഖ്വയെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഈമാനിനെ കവർന്നെടുക്കാൻ ഇവിടെയുള്ള ബിദ്അത്തുകാർ വരുന്നുണ്ട് എന്ന അതിനു വേണ്ട സകല കുതന്ത്രങ്ങളും അവർ പയറ്റുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തുടക്കത്തിന്റെ കാരണക്കാരൻ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ നിയ്യത്ത് വളരെ വലിയ വിശുദ്ധമായ നിയ്യത്തായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഓടി നടന്ന് ആദ്യമായി അദ്ദേഹം കാണാൻ പോകുന്നത് വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിന്റെ പിതാവായ കോയാമുട്ടി മുസ്ലിയാർ, ഷെയ്ഖുൽ കബീർ കോയാമുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനുഭാവനെയാണ്. കേരളത്തിന്റെ ഒരു കാലത്ത് ആധ്യാത്മിക നേതാവായ വലിയ ത്വരീഖത്തുകളുടെ ഷെയ്ഖായ വലിയ മഹാൻ. അദ്ദേഹത്തെ കാണാൻ ചെന്ന് അദ്ദേഹത്തോട് ആശീർവാദം ചോദിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ പുറപ്പെടുന്നത്. ആ നേരത്ത് ബഹുമാനപ്പെട്ടവർക്ക് എനിക്ക് വരാൻ കഴിയില്ല, നിങ്ങളുടെ പണ്ഡിത സംഘടന തീർത്തും അനിവാര്യമാണ് എന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ബോധിപ്പിച്ചുകൊണ്ട് എൻ്റെ മകനുണ്ട്, അബ്ദുൽ ബാരിയുണ്ട്, അദ്ദേഹത്തിനെ നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് അബ്ദുൽ ബാരി ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ അബ്ദുൽ ബാരി ഉസ്താദ് പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി വരുന്നുണ്ട്. ഈ മഹത്തുക്കളുടെ ഒക്കെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായ തസവ്വുഫിന്റെ, വറഇന്റെ ജീവിതമായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. ബഹുമാനപ്പെട്ടവർക്ക് പിതാവിട്ട പേര് മുഹമ്മദ് എന്നായിരുന്നു. ഈ അബ്ദുൽ ബാരി ഉസ്താദിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു സംഭവം, ബഹുമാനപ്പെട്ടവർക്ക് പിതാവിട്ട പേര് മുഹമ്മദ് എന്നായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ ഒരു കളവ് തമാശ രൂപേണ പറഞ്ഞു. ഇത് അറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിയാർ ഈ മകനായ അബ്ദുൽ ബാരി ഉസ്താദിനെ വീട്ടിന്റെ ഇരുട്ടറയിലേക്ക് വിളിച്ചിട്ട് മകനെ ശാസിക്കുന്നുണ്ട്. നിനക്ക് ഞാൻ മുഹമ്മദ് എന്ന പേരിട്ടത് നീ കളവ് പറയാനല്ല, നബി തങ്ങളെ പേരിട്ട് നീ കളവ് പറയരുത്. പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല എന്ന് ചരിത്രം അനുസ്മരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർക്ക് ഒരു സ്ഥാനപ്പേര് വരെ സമൂഹം നൽകി എന്ന് പറയപ്പെടുന്നു. അബുൽ ഹഖ്, സത്യത്തിന്റെ പിതാവ് എന്ന ഒരു സ്ഥാനപ്പേര് വരെ അദ്ദേഹത്തിന് നൽകപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ എല്ലാ ഭാഗത്തു നിന്നുള്ള പല ആളുകളും അതിലുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഓരോ നാട്ടിലെ ഓരോ പ്രധാനപ്പെട്ട ആളുകളാണ്. ഇവരെ കണ്ട്, ഇവരുടെ ജീവിത വിശുദ്ധി കണ്ടിട്ടാണ് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്നത്. അവരുടെ സാമ്പത്തിക മോഹമില്ലാതെ, ലാഭേച്ഛകളില്ലാതെ സമൂഹത്തിന് വേണ്ടി ഉറക്കവും ക്ഷീണവും വകവെക്കാതെ ഓടി നടക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ജീവിതങ്ങളായിരുന്നു. മഹാനായ CH ഐദ്രോസ് മുസ്ലിയാരുടെ ഒക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹമൊക്കെ രാത്രി ഉറക്കമൊഴിച്ച് കിട്ടുന്ന വണ്ടിക്ക് കൈ കാണിച്ച് ഏതെങ്കിലും പള്ളിയുടെ മൂലയിൽ കിടന്നുറങ്ങി ഈ സമുദായത്തിന്, സമൂഹത്തിന്, പ്രസ്ഥാനത്തിന്, മദ്രസകൾക്ക്, പള്ളികൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഈ ഒരു ജീവിതം, ആ ജീവിത വിശുദ്ധി തീർച്ചയായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇപ്പോഴുള്ള ഈ നിലനിൽപ്പിന്, അതിന്റെ പൂർവാധികമായി ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനിക്കാനുള്ള ഒരു കാരണമായി തീർന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സമസ്തയുടെ 100ാം വാർഷികം 2026 ഫെബ്രുവരി നടക്കാൻ പോവുകയാണ്. സമസ്തയുടെ ഒരു 100 വർഷ ചരിത്രത്തിൽ സമ്മേളനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഈ 100 വർഷത്തിൽ എത്തുമ്പോഴും സമ്മേളനങ്ങൾക്ക് പ്രസക്തിയുണ്ടോ എന്ന ചോദ്യത്തെ എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുക? സമസ്തയുടെ സമ്മേളനങ്ങൾക്ക് അതാത് സാഹചര്യത്തിൽ ഒരു പ്രത്യേക പ്രസക്തി രൂപപ്പെട്ടു വരില്ല. ഏത് സമ്മേളനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ സാഹചര്യത്തിലെ ഏറ്റവും വലിയ ചില പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ആദർശരംഗത്ത്, വിശ്വാസരംഗത്ത്,
അതേപോലെ തന്നെ മറ്റു വെല്ലുവിളികൾക്ക് മുമ്പിൽ സമസ്തയുടെ സമ്മേളനം അടയാളപ്പെടുത്തലാണ്. ഇപ്പോൾ 100-ാം വാർഷികം വരുന്നു, അതാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ചർച്ച. 100-ാം വാർഷികം വരികയാണ്. സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനത്തിന് ഒന്നുകൂടി പ്രസക്തി വർദ്ധിച്ചു വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ നിലവിലുള്ള അന്തരീക്ഷം സമസ്തയുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുതിയ ഒരു തലമുറയോട് ആദർശരംഗത്ത് അതേപോലെ തന്നെ വിശ്വാസരംഗത്ത് നമ്മുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് പറയാനുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തോട് തുറന്നു പറയാനുള്ള ഒരു വേദിയായിട്ടാണ് യഥാർത്ഥത്തിൽ 100-ാം വാർഷികം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രസക്തമായി വരുന്നത് സമസ്തയുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതി SNEC. അത് 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് പൊതുസമൂഹത്തെ കൂടുതൽ അതിൻ്റെ ആ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ ദേശീയ തലത്തിലേക്ക് സമസ്തയുടെ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു തുടക്കമായി അത് രൂപപ്പെട്ടു കഴിഞ്ഞു. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ വലിയ മുന്നേറ്റം ആ മേഖലയിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു ദേശീയ മുഖം കൂടി 100-ാം വാർഷികത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടുകൂടി ആ സമ്മേളനത്തിന് പ്രസക്തി വർദ്ധിക്കും. സമസ്ത രൂപീകരണവും അതിനുശേഷമുണ്ടായ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോഴേ സമസ്തയുടെ ഈ ഒരു 100 വർഷം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ സമസ്ത രൂപീകരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ ഭരണ കാലഘട്ടത്തിലാണ്. അതിനുശേഷം പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിൻ്റെ ദീർഘകാല ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇപ്പോഴ് നരേന്ദ്രമോദിയിൽ എത്തി നിൽക്കുന്ന ഒരു ദേശീയ പശ്ചാത്തലമാണ് രാജ്യത്തുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ സാഹചര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ 3 രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പോയ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിന് നേതൃത്വം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ മുൻപിലുള്ളൊരു ചോദ്യം, ഭരണകൂടങ്ങളോട് എങ്ങനെയാണ് ഒരു പണ്ഡിത പ്രസ്ഥാനം സമീപനം സ്വീകരിക്കേണ്ടത്, നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആത്യന്തികമായി ഒരു മത സംവിധാനമാണ്, ഒരു മതസംഘടന. ഒരു മതസംഘടനയായതുകൊണ്ട് തന്നെ മതസംഘടനയ്ക്ക് ഭരണകൂടങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് മതത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്, വീക്ഷണമുണ്ട്. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷത്തിനിടയിൽ 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചുറ്റുപാടിലൂടെ കടന്നുപോയി. ഈ 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചുറ്റുപാടിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉയർത്തിപ്പിടിച്ചത് ഈ ഉമ്മത്തിന്റെ അഭിമാനകരമായ അസ്തിത്വത്തെ ഉയർത്തിപ്പിടിക്കുക, അതിന്റെ നിലനിൽപ്പിന് സഹായകമാകുന്ന ഒന്ന്. ഇപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വരുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വരുന്നുള്ള 920കളിലെ മലബാറിന്റെ രാഷ്ട്രീയ സംവിധാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ മുസ്ലിങ്ങളെ 921 അടിച്ചമർത്തപ്പെട്ട് ഒരു 100 കൊല്ലം പിന്നിലായ ഒരു ജനത, നാഥനില്ലാത്ത ഒരു ജനത. ഇവിടെ ഈ സമരത്തിന് നേതൃത്വം നയിച്ച ആളുകള് ഒന്നെങ്കിൽ കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർ അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതുപോലെ അവർ ഒളിവ് ജീവിതം നയിക്കുന്നുണ്ടാകും. ഈ ഒരു പശ്ചാത്തലത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ട് ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു അസ്തിത്വബോധം ഉണ്ടാക്കുകയാണ്. അതുവരെ സമരത്തിന്റെ സായുധ സമരങ്ങളുടെ മുന്നിലിരുന്ന ആ ഒരു വൈകാരികതയുടെ, അതിവൈകാരികതയുടെ നടുത്തളത്തിൽ നിന്നിരുന്ന ഒരു ജനതയെ വൈചാരികതയുടെ നടുത്തളത്തിലേക്ക് പതുക്കെ പതുക്കെ പിടിച്ചുകൊണ്ടുവന്ന് നമ്മൾ ഇപ്പോൾ സമരങ്ങൾ, പ്രത്യേകിച്ച് സായുധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നതിനപ്പുറത്ത് ഈ ഉമ്മത്തിനെ എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ നിർമ്മാണാത്മകമായി മുന്നോട്ട് പോകാം എന്ന ഒരു ശൈലി സ്വീകരിച്ചു. പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സുദീർഘമായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടായി. ആ സമയത്ത് ബ്രിട്ടീഷുകാരോടും അവരോട് സമരസപ്പെടേണ്ട പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റുമായി ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് സംവദിക്കേണ്ടി വന്നിട്ടുണ്ട്, സഹകരിക്കേണ്ടി വന്നിട്ടുണ്ട്, അവരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ പ്രതിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ സാരദ ആക്ട് 929 ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ആക്ടാണ് സാരദ ആക്ട്, അഥവാ വിവാഹപ്രായം 18 എന്നത് ബ്രിട്ടീഷുകാർ 929 ഇന്ത്യയിൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയത്ത് സമസ്തയുടെ 29 ഏറ്റവും വലിയ പ്രമേയങ്ങളിൽ ഒന്നുള്ളത് സാരദ ആക്ടിനെതിരെ
സർക്കാരിനെതിരെ, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ പ്രതിരോധിക്കുന്നു എന്നാണ്. അത് ഒരേ സമയത്ത് തന്നെ ഈ സമൂഹം, ഒരു ജനത എന്ന നിലയ്ക്ക് ഈ ഉമ്മത്തിന്റെ അസ്തിത്വത്തിനു വേണ്ടിയിട്ട് ഗവൺമെന്റുമായി സഹകരിക്കുകയും ഗവൺമെന്റിനോടുള്ള എല്ലാവിധത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മതപരമായ അവകാശാധികാരങ്ങളിൽ ഗവൺമെന്റ് കൈവെക്കുമ്പോൾ ഗവൺമെന്റിനെതിരെ സമരത്തിനും പ്രതിഷേധത്തിനും മുന്നിലുണ്ട്. അത് ഇക്കണ്ട കാലം അത്രയും ഓരോ ഭരണകൂടങ്ങളോടും സമസ്ത കേരള ജംഇയ്യത്തുൽ വെച്ചു പുലർത്തിയിട്ടുള്ള ഒരാശയമാണ്. അഥവാ സമസ്ത എന്ന മതസംഘടനയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന്റെ അസ്തിത്വം നിലനിർത്തുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് വൈയക്തികമായ ഒരു താല്പര്യവും ഇല്ല എന്നുള്ളതാണ്. ഭരണകൂടങ്ങൾ മാറി മാറി വരാം. ആ ഭരണകൂടങ്ങൾ മാറി മാറി വരുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ നിലപാടുകൾ മാറുന്നില്ല. നമ്മുടെ ഒറ്റ നിലപാടാണുള്ളത്. ഇത് ലോകത്ത് എല്ലായിടത്തും കാണാം. എല്ലായിടത്തും ഈ ഒരു നിലപാട് സുന്നി പണ്ഡിതന്മാർ വെച്ചു പുലർത്തുന്നത്. അപ്പോൾ 2 ആഴ്ച മുമ്പാണ് അമേരിക്കയിലെ വലിയ പ്രമുഖനായിട്ടുള്ള ഹംസ യൂസഫ്, വളരെ പ്രമുഖനായ സ്കോളറാണ് അദ്ദേഹം, ട്രംപ് എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെ, കച്ചവടത്തിന്റെ, അതുപോലെയുള്ള മുസ്ലിം വിരുദ്ധതയുടെ വലിയൊരു ആശാനായി ചിത്രീകരിക്കപ്പെടുന്നയാളാണ്. പക്ഷെ അവിടുത്തെ സൂഫി സ്കോളറായിട്ടുള്ള ഹംസ യൂസഫ് എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന ട്രംപിന്റെ ഉപദേശക സമിതിയിൽ വരികയാണ്. കാരണം മുസ്ലിം സുന്നികളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഒരു പൊതു നിലപാട് എന്ന് പറയുന്നത് നിലവിലെ ഭരണകൂടങ്ങളോട് സായുധ സമരങ്ങൾക്കും അനാവശ്യമായ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ശൈലിയാണ്. ശംസുൽ ഉലമയുടെ 60ാം വാർഷിക പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇവിടുത്തെ ഭരണകൂടങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നാട്ടിൽ വിപ്ലവം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. ഈ നാട്ടിന്റെ ഗവൺമെന്റുകളോട് സഹകരിച്ചു പോകുന്ന, മാറി മാറി വരുന്ന ഗവൺമെന്റുകളോട് സഹകരിക്കുക എന്നതാണ് സമസ്തയുടെ നിലപാട് എന്ന് പറയുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം വെക്കുന്ന ഒരു സംവിധാനമുണ്ട്, അഥവാ ഇവിടെയുള്ള ഗവൺമെന്റുകളെ അട്ടിമറിക്കുക എന്നുള്ളത്, ഇവിടെ സ്വന്തം ഭരണം സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്, ഇവിടെ ഇൻകിലാബ് സൃഷ്ടിക്കുക എന്നത്. ഇത്തരം വിപ്ലവകരമായ സമീപനം സമസ്തയുടെ സമീപനം അല്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലനിൽക്കണം. കാരണം ഞങ്ങൾ ഇത്തരം ഒരു ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക, അതിനെതിരെ സായുധ കലാപം ഉണ്ടാക്കുക, ഈ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നവരല്ല. മറിച്ച് മതപരമായി ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ കണ്ടറിയണമെന്ന് ശംസുൽ ഉലമ പറയാറുണ്ടായിരുന്നു. ആ ഒരു നിലപാട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ളത്. ഈ സെഷൻ ആരംഭിച്ചത് സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വായിച്ചുകൊണ്ടാണ്. അതിനകത്ത് പറയുന്നത് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നത്, ഒന്ന്, അന്ധവിശ്വാസങ്ങൾക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സമസ്തയുടെ ചരിത്രത്തിൽ അത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടോട്ടി നേർച്ച നടക്കുന്ന ഒരു സന്ദർഭത്തിൽ, ഈ അടുത്ത് നേർച്ച നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു. സമസ്ത വളരെ വളരെ ബോൾഡായി പല കാര്യങ്ങളിലും ചരിത്രത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം തീർച്ചയായും അന്ധവിശ്വാസങ്ങൾക്കെതിരെ. അന്ധവിശ്വാസം എന്നൊരു വാക്ക് അന്ന് സമസ്ത 100 വർഷം മുൻപ് സമസ്തയുടെ ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെതിരെ സമസ്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ സമസ്തയുടെ പോരാട്ടം വിജയകരമായി സമസ്ത നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായി എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എതിർത്തിട്ടുണ്ട്. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാരമ്പര്യ ഇസ്ലാമിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതിന് വളരെ ശ്രദ്ധേയമാകുന്നത് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ 3 ഭാഗമായ ഇഹ്സാൻ അഥവാ ആത്മീയപരമായ കാര്യങ്ങളിൽ വളരെ കൃത്യമായി ചില കള്ളത്തൊരീക്കത്തുകാർ അവർ ശക്തമായ ഇടപെടൽ നടത്തിയപ്പോൾ, ഈമാനിനെ കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അഥവാ പലവിധ വിശ്വാസപരമായ കാര്യങ്ങളിൽ തന്നെ മയം വരുത്തി പലതും കയറ്റിക്കൂട്ടി മുസ്ലിം സമൂഹത്തിന്റെ ഈമാനിന് പ്രശ്നം ഭംഗം വരുത്താൻ നിന്നു പല ത്വരീക്കത്തുകാരും. ചേറ്റൂർ കൈക്കാർ, ഇങ്ങനെ ഒരുപാട് ത്വരീക്കത്തുകാർ പല കാലത്തും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ത്വരീക്കത്തുകൾക്കെതിരെ, കള്ളത്വരീക്കത്തുകൾക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായി പോരാടിയിട്ടുണ്ട്. പ്രമേയം പാസാക്കി 1930 മണ്ണാർക്കാട് വെച്ച് നടന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട
ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്ത് ബഹുമാനപ്പെട്ടവരുടെ ബഹുമാനപ്പെട്ടവർ അവതരിപ്പിച്ചൊരു പ്രമേയം അല്ലെ, അതിലൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ത്വരീഖത്തുകൾ, ചില കള്ളത്വരീഖത്തുകൾ, ഈ ത്വരീഖത്തുകളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ കൃത്യമായി കണ്ടറിഞ്ഞ് മനസ്സിലാക്കി എതിർത്തു. അപ്പൊ അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെയുള്ള അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ നേർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന, നേർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, അത് സുന്നത്താണ് എന്ന് വിശ്വസിക്കുന്ന, അത് നല്ലൊരു കാര്യമാണ്, പുണ്യകാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു നേർച്ച എന്ന് പറയുന്ന പുണ്യമായ കർമ്മത്തിൽ അനാചാരങ്ങളും അനാശാസ്യങ്ങളും കടന്നു വരുമ്പോൾ അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി, അതിനെ പത്രമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അൽബയാൻ പോലുള്ള മാസികകൾ ഉപയോഗിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ശക്തമായി അതിനെതിരെ പോരാടി. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവതിരുന്നു, അതിന്റെ പാരമ്പര്യത്തിന് കാവതിരുന്നു എന്നാണ് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ത്വരീഖത്തിനെ എതിർക്കുമ്പോൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെയുള്ള ത്വരീഖത്തുകളൊക്കെ എതിർക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യത്തോട് തീർത്തും വെറുപ്പാണ്, ആത്മീയപരമായ കാര്യങ്ങളോടൊരു യോജിപ്പുമില്ലാത്ത പഴഞ്ചൻ ആളുകളാണ് എന്നൊക്കെ സമസ്തയുടെ ആലിമീങ്ങളെ പറ്റി കുറ്റപ്പെടുത്തുന്ന ത്വരീഖത്തുകാരുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് സമസ്തയുടെ ഓരോ ആലിമീങ്ങളും അവരൊക്കെ പർവ്വത സമാനരായ പണ്ഡിതരാണെന്നതിനപ്പുറത്ത് റിഫാഇയ്യ ത്വരീഖത്തും ഷാദുലിയ്യ ത്വരീഖത്തും ഖാദിരിയ്യ ത്വരീഖത്തിന്റെയും ഉയർന്ന മശായിഖന്മാരും വിവിധ ത്വരീഖത്തുകൾ കൈകാര്യം ചെയ്യുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുമായിരുന്നു എന്നതാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യം ത്വരീഖത്തിനെ എതിർക്കുക എന്നതല്ല, മറിച്ച് ത്വരീഖത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അനാചാരങ്ങളുടെ പേരിൽ മുസ്ലിം സമൂഹത്തിനെ അവരുടെ ഈമാനിന് കളങ്കം വരുത്തുന്ന ആളുകൾക്കെതിരെ പ്രതിരോധം തീർക്കുക എന്നതായിരുന്നു സമസ്തയുടെ നേതാക്കന്മാർ സ്വീകരിച്ച നിലപാട്. നിങ്ങൾ കൊണ്ടോട്ടിയെ കുറിച്ചും ഇവിടെ ത്വരീഖത്തിനെ കുറിച്ചും പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിനെ ഒരു വിഷയം കൂടി ആഡ് ചെയ്യാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിശക്തമായി എതിർത്തിട്ടുള്ള ഒരു സംവിധാനമാണ് കൊണ്ടോട്ടി ത്വരീഖത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മണ്ണാർക്കാടിലെ സമസ്തയുടെ 1931 സമ്മേളനത്തിലെ കാര്യമായ പ്രമേയം കൊണ്ടോട്ടി കൈ എന്ന് പറയുന്ന കൊണ്ടോട്ടി ത്വരീഖത്തിനെതിരെയായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിശക്തമായ രീതിയിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിലുള്ള, അന്ന് മലബാറിൽ ഒരു പാട്ടുണ്ടായിരുന്നു, കൊണ്ടോട്ടി കൈ കേന്ദ്രീകരിച്ച് മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർക്ക് അഴതാബില്ല. ആ കാലഘട്ടത്തിൽ പാങ്ങിൽ മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ പരസ്യമായി രംഗത്ത് വന്നിട്ട് മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്ക് അഴതാബുണ്ട് എന്ന് പാടുകയും മാത്രമല്ല, ഈ വിവാദത്തിൽ കൊണ്ടോട്ടി കേന്ദ്രീകരിച്ച് നടക്കുന്ന ആളുകളെ ഈ സമൂഹം ബഹിഷ്കരിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് അവരെ സമൂഹം അടുപ്പിക്കാതെയായി. സമസ്തയുടെ ഈ നിലപാടിന്റെ, അതേപോലെ സമസ്തയുടെ മുമ്പുള്ള ഉലമാഇന്റെ നിലപാട് കാരണം അവസാനം ഇവർക്ക് മുസ്ലിം മെയിൻ സ്ട്രീമിലേക്ക് വരാൻ 951 പെരിന്തൽമണ്ണക്കടുത്ത പട്ടിക്കാടിനടുത്ത മുള്ളിയാകുർശിയിൽ പരസ്യമായി സമ്മേളനം വെച്ചിട്ട് പരസ്യമായി കൊണ്ടോട്ടിക്കാരെ കൊണ്ട് തൗബ ചൊല്ലിച്ചിട്ട് കലിമ ചൊല്ലിപ്പിച്ചിട്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പരസ്യമായി ചൊല്ലിക്കുകയും ഞങ്ങൾ ഇതുവരെയുള്ള ഞങ്ങളുടെ വാദങ്ങളിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്ന് ഈ കൊണ്ടോട്ടിക്കൈക്കാർ പറഞ്ഞതിനു ശേഷമാണ് അവരെ കേരളത്തിലെ മുസ്ലിം സമൂഹം മെയിൻ സ്ട്രീമിലേക്ക് അടുപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ചരിത്രം കൂടി ഇതിന്റെ കൂടെ ഉണ്ട് എന്ന് അടിച്ചിട്ട് പറയും. ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം സമസ്തയുടെ നിയ്യത്ത്, സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. തീർച്ചയായും അത് ഈ 100 വർഷത്തോടടുക്കുന്ന ഈ വേളയിലും അത് പ്രസക്തമാണ്. വരുന്ന വർഷങ്ങളിലും പതിറ്റാണ്ടുകളിലും നൂറ്റാണ്ടിലും ഈ ഉമ്മത്ത് ഇവിടെ ഉള്ള കാലത്തോളം അത് പ്രസക്തമാണ് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് SNEC സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഒരു വലിയ ചടങ്ങിൻ്റെ വേദിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. തീർച്ചയായും സമസ്ത അതാത് കാലത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളെ നവീകരിക്കാനും കാലത്തോട് സംവദിക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് SNEC എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. അടുത്തതായി വേദിയിൽ 4 പ്രസിദ്ധീകരുടെ